ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചുവിൻ്റെ ഒരു നൈറ്റ് റുട്ടീനാണ് കേട്ടോ. അപ്പം അച്ചു അവിടെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയാലോ. അപ്പം ഈ റൂമിലാണ് അവനിരുന്ന് പഠിക്കണത് കേട്ടോ. അതാണ്ടില്ല, അവനിരുന്ന് പഠിക്കുകയാണ്. അവൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുകയല്ല, എഴുതുമായിരുന്നു. അവിടെ ഞാൻ ചെന്നോക്കിയപ്പോൾ എഴുതുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അതിൽ നിനക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അത് എഴുതി പഠിക്കുക, സ്പെല്ലിങ് പറഞ്ഞ് എഴുതി പഠിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേർഡ് വായിക്കുമ്പോൾ പറയാനും കിട്ടും. പിന്നെ അതേപോലെ തന്നെ സ്പെല്ലിങ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്റ്റേഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എഴുതുകയും ചെയ്യാം. പിന്നെ നമുക്ക് സ്പെല്ലിങ് ചോദിക്കുകയാണെങ്കിൽ പറയുകയും ചെയ്യാം. അപ്പം അതൊരു നല്ല ടിപ്പാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പം പഠിക്കുന്നത് 2ലാണ്, 2Bയിലാണ് കേട്ടോ അവൻ പഠിക്കണത്. അപ്പം അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് അവനിരുന്ന് പഠിക്കാറെന്നൊന്നുമില്ല. അവന് ഏതാണോ കംഫർട്ടായിട്ടുള്ള സ്ഥലം അവിടെ ഇരുന്ന് പഠിക്കും. അവൻ ഇന്ന സ്ഥലത്തിരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള പിടിവാശൊന്നുമില്ല അവന് ഇടയ്ക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് പഠിക്കും, ഇടയ്ക്ക് റൂമിൽ വന്ന് പഠിക്കും. അവന് കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് അവന് അങ്ങനെ ഇരുന്ന് പഠിക്കാറാട്ടോ ചെയ്യുക. കുറച്ച് നേരം ബ്രേക്കാണ്. ഓക്കെ, എന്നാ ചെന്നോ ചെല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, അവനതാ ബ്രേക്കാന്നും പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തതാണ്. അപ്പോഴേക്കും എൻ്റെ എന്തെങ്കിലുമൊക്കെ തീരണ്ടേ. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പം അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഫ്രണ്ട്സ്, അപ്പം അവൻ്റെ ബ്രേക്കൊക്കെ കഴിഞ്ഞു. അപ്പം അവൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കട്ടെ എന്നാണ് കേട്ടോ അവൻ പറയണത്. അപ്പം എന്തായാലും നമുക്ക് അവൻ പഠിക്കുകയാണ്. കുറച്ച് മടിയൊക്കെ ഉണ്ട്, കാരണം ബ്രേക്ക് കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ കുറച്ച് മടിയുണ്ട്. അപ്പം എന്തായാലും അവൻ പഠിക്കട്ടെ കേട്ടോ. അവന് ഒത്തിരി ഇഷ്ടമാണ് പഠിക്കാൻ. പക്ഷേ എന്താ പറയുക, നമ്മളൊന്ന് കളിച്ച് വരുമ്പോഴേക്കും ഒന്ന് പഠിക്കുക പറയുമ്പോൾ അത് കുറച്ച് സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോഴേക്കും എൻ്റെ ബുക്ക് ഞാനിത് എടുത്തു വന്നിട്ടുണ്ട്, കാരണം ഞാൻ പഠിച്ചില്ലെങ്കിൽ ഒന്നും ആവത്തില്ല. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ടും പഠിത്തം കൂടി
ഒരുമിച്ച് നടക്കില്ല. അപ്പം ഞാൻ ഫോൺ ഒരിടത്ത് വെച്ചിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചു. സോറി, എനിക്ക് എഴുതാനാണ് ഉണ്ടായിരുന്നത്. പിന്നെ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കലും ഉണ്ട്. അപ്പം അതിനുള്ള ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനിടയ്ക്ക് എന്തൊക്കെയോ അവിടെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഫോൺ എടുത്തു. അപ്പം ഞാൻ പഠിക്കട്ടെ ഞാൻ പറയണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. Bruno, go and fetch the ball, Sachin called out to his puppy. Bruno rushed towards the ball. He came back with the ball. He wagged his tail. Well done, Bruno. You are my best friend. Come, let's go. Sachin hugged Bruno. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ വായന ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് കഴിക്കാണ്. ദോശയാണ് അച്ചു. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അവൻ കാട്ടണ കലാവിരുതാണ് കേട്ടോ. ഇത് ബെഡിൻ്റെ മേലെ കയറി ഇരുന്ന് കളിക്കായിരുന്നു. ബെഡൊക്കെ അലമ്പാക്കി ഇട്ടിട്ട് അതിനിടയ്ക്ക് ബുക്കും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അവനെ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇത് ഭയങ്കര അലമ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ